ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മഴ എത്തിയിട്ടുണ്ട് അല്ലേ. ആകാശമൊക്കെ നല്ലോണം മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. നിങ്ങൾക്കപ്പോൾ വീഡിയോ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും നല്ല ഇരട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കാറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ നമ്മുടെ 10 മണിയിൽ പുതിയ പൂക്കൾ ഏതെങ്കിലും വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നേ. അപ്പോഴിതാ ഒരു പുതിയ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൂ ആദ്യമായിട്ടാണ് വിരിയുന്നത്. അപ്പോൾ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ ഇതിൻ്റെ കൊമ്പൊക്കെ കൊണ്ട് നടുമ്പോൾ ഏതാണ് കളർ എന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലേ. അപ്പോൾ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണുമ്പോൾ അത് കാണാൻ ഭയങ്കര ഒരു കൗതുകം കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളപ്പൂവാണെങ്കിൽ ഇത് രണ്ടാമത്തെ തവണയോ മറ്റാണ് കേട്ടോ വിരിയുന്നത്. എന്തൊക്കെ കളറായാലും നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ കൊമ്പൊക്കെ കൊണ്ടുവന്ന് നട്ട് അതിൽ പൂ വിരിഞ്ഞിട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ഇതാ നമ്മുടെ ശംഖുപുഷ്പമാണെങ്കിൽ നല്ലോണം പന്തൽ പോലെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. വേനൽക്കാലത്തൊക്കെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് ഇങ്ങനെയൊന്നും വിരിഞ്ഞ് കാണൂലേ. പക്ഷേ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൽ വിരിയുന്ന പൂക്കൾക്കാണെങ്കിൽ നല്ല വലിപ്പവും നല്ല കളറും ഒക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു പച്ച ഇലകൾക്കിടയിൽ ഈ ഒരു പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇതാ ഈ ഒരു വെള്ള ശംഖുപുഷ്പം കൂടിയുണ്ടേ. അങ്ങനെ ഞാൻ മുറ്റത്തേക്കൂടി നടന്ന് പൂക്കളൊക്കെ നോക്കി ഇറയത്തേക്ക് കയറുമ്പോഴേക്കും മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ചയോളം നല്ല മഴ പെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചൂട് തുടങ്ങി. പിന്നെ ഇതാ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയല്ലേ. നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മുടെ മുന്നിൽ തന്നെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിലാണെങ്കിൽ കുറേ ചക്കയുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ ആണെങ്കിൽ ആ ചക്കയിലൊക്കെ വെള്ളം കയറി പിന്നെ കേട് വരുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ കാണുമ്പോൾ. പിന്നെ വിചാരിച്ചിട്ടും കാര്യമില്ല, നമുക്ക് എപ്പോഴും ചക്ക ഇങ്ങനെ കഴിക്കാൻ പറ്റൂലല്ലോ അല്ലേ. 1-2 ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുമോ അല്ലേ, പിന്നെ നമുക്കത് മടുക്കൂലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ എത്ര മാറിപ്പോയി അല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ ജൂൺ 1 എന്നുണ്ടെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ എന്തൊരു മഴയായിരിക്കും അല്ലേ. കൊടയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകുന്നതൊക്കെ നല്ല രസമല്ലേ. എനിക്കാണെങ്കിൽ മഴ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നൊരു സംഭവം എന്താണെന്നറിയോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ സ്കൂളിൽ, അതായത് 4-ലോ 3-ലോ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അധികമൊന്നും മഴയുണ്ടായിരുന്നില്ല. പിന്നെ മഴയങ്ങ് തുടങ്ങി. പിന്നെ നമുക്ക് വയലൊക്കെ കടന്നിട്ട് വേണേൽ സ്കൂളിൽ പോകാൻ വേണ്ടി. സ്കൂൾ വിടുന്ന ഒരു സമയമായിട്ടും അച്ഛനും അമ്മക്കൊന്നും കൂട്ടാൻ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വയലിലൊക്കെ വെള്ളം കയറിയതുകൊണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചൊരു മാഷ എങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്നെ വീട്ടിലെത്തിച്ചത്. മഴ പെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. ആ ഒരു മാഷയും ആ മാഷ്ക്ക് അന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ തോന്നിയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞു വരുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. പറഞ്ഞ് എവിടെയൊക്കെയോ എത്തിപ്പോയിട്ടുണ്ട് കേട്ടോ. ബാക്കി കഥ പിന്നെ ആവാം അല്ലേ. ഇല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്നും കഴിക്കാനുണ്ടാവില്ല കേട്ടോ. അങ്ങനെ മുറ്റത്തെ കാഴ്ചകളൊക്കെ കണ്ടുവന്ന് ഞാനിതാ ചോറിന് അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചാറാക്കി വെച്ചിട്ടുണ്ട്. വിനീഗറൊന്നും ഒഴിക്കാണ്ട് ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കടുകും ഉലുവയും കായപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഒന്നും ചീത്തയാവുമൊന്നുമില്ലേ. ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണയും ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഉപ്പുമാവായിരുന്നേ. സൂചി റവ വെച്ചിട്ടുള്ള ഉപ്മാവായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കടുകൊന്നും ഇടാറില്ല കേട്ടോ. കടുകിൻ്റെ ആ ഒരു ചൊയ ഉപ്മാവിൽ എന്തോ എനിക്ക് അത്ര ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ കടുവിന് പകരം ഉഴുന്ന് പരിപ്പിടാറുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് മാത്രം ചേർത്തിട്ടുള്ള ഉപ്മാവാണ്. പിന്നെ കുട്ടികൾക്കായാലും കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമൊന്നും ആവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം മെനക്കെട്ടില്ല കേട്ടോ രാവിലെ തന്നെ. അതിപ്പോൾ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടേ. രാത്രി എടുക്കാമെന്ന് വെച്ചാൽ അതങ്ങനെ അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കൗണ്ടർ ടോപ്പിൽ നിരത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ 1 by 1 ആയി ഞാൻ മേലെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ റേഡിയോ സാറ് പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടേ. ഞാൻ എപ്പോൾ അടുക്കളയിലേക്ക് വന്നാലും ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, റേഡിയോ അവിടെ ഓണാക്കിയിടും കേട്ടോ. പാട്ട് കേട്ടുകൊണ്ട് പണിയെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക രസമാണ്. അപ്പോഴേക്കും അമ്മ ഇതവിടെ മീൻ മുറിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ മീൻ വാങ്ങിയിട്ട്. വേളൂരിയാണ് കേട്ടോ ഈ മുറിക്കുന്നത്. അതപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയാണെങ്കിൽ ഇതുപോലെ കസേരയിലിരുന്ന് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ മുറിക്കൽ. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് കുറേ നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, മുട്ടുവേനൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കാനും ഇരുന്ന് മുറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതായി മത്തിയും കൂടി ഉണ്ട് കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ മീൻ മുറിക്കാനും അത്ര വലിയൊരു പിടുത്തമില്ല കേട്ടോ. പക്ഷേ മീൻ വറുക്കുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്യും കേട്ടോ. പക്ഷേ അത് മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറേ ഇല്ല. ഇന്നപ്പോൾ ഉപ്പേരിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ കോവയ്ക്കാണ്. അത് നല്ലോണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആ ഒരു വെള്ളത്തിൽ നല്ലോണം പൊതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ ഒന്ന് മുറിച്ചെടുത്ത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം. അമ്മ തന്നെയാണ് സ്ഥിരം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കല്. ഞാൻ കൂടുതലും കറിയാണ് ഉണ്ടാക്കല്. ഇനിയിപ്പോൾ മീനുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ പണിയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും കോവക്ക മുറിച്ച് ഉപ്പേരി ഉണ്ടാക്കാം.
ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ആ ഒരു മഞ്ഞൾ വെള്ളത്തിൽ ഈ ഒരു കോവക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനിത് ഓരോന്നും എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകി ഞാൻ ഈ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പച്ചക്കറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര വെള്ളത്തിൽ കഴുകിയാലും മതിയാവാത്തൊരവസ്ഥയാണല്ലേ. നമുക്ക് എന്തൊക്കെ കീടനാശിനികളും മറ്റ് കെമിക്കലും ഒക്കെയാണ് ഇതിൽ ചേർക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമുക്ക് പറ്റുന്നത്ര കഴുകി വൃത്തിയാക്കി എടുക്കുക അല്ലേ, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിതെല്ലാം കഴുകി നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴുകിയതിൻ്റെ ആ ഒരു രീതി കൊണ്ടാണെന്ന് അറിയില്ല, അവിടെ മുഴുവനും വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ തുടച്ച് കളയുക. ഇങ്ങനെ വെള്ളമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എന്തോ എനിക്ക് അത്ര ഒരു ഇഷ്ടമല്ലേ, അതുകൊണ്ട് വേഗം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ അരി തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതെടുത്തൊന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റണേ. തിളക്കൽ മാത്രമല്ല കേട്ടോ, കുറച്ചൊക്കെ പുറത്തും വന്നിട്ടുണ്ടായിരുന്നേ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ അവിടെ നോക്കി നിൽക്കുമ്പോൾ തിളക്കില്ല, അവിടെ നിന്ന് ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തിളച്ച് മറിയും അല്ലേ, അങ്ങനെയല്ലേ എപ്പോഴും. എന്നാൽ ഞാനത് വേഗം ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കട്ടെ. അമ്മയാണെങ്കിൽ ഇവിടെ കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകമൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ഒരു അരപ്പാണ് കേട്ടോ ഇത്. നമ്മളിവിടെ സാധാരണ മീൻകറിക്ക് ഇങ്ങനെയാണ് അരക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ കറിയും അമ്മ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ നേരെ തിരിച്ചാണ്, ഞാൻ ഉപ്പേരിയും അമ്മ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കോവക്കയൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇരുന്ന് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാൻ ഇടാൻ വേണ്ടിയിട്ടാണ് പോയത്. എത്ര മഴ പെയ്താലും എൻ്റെ ചൂട് ഒരിക്കലും മാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴായാലും ഭയങ്കര ചൂടാണ്, ശരീരത്തിൻ്റെ കുഴപ്പമായിരിക്കും അല്ലേ. ഇവിടെ നിന്ന് എല്ലാവരും എന്നെ കളിയാക്കുവേ, മഴ പെയ്താലും കൂടി എന്തൊരു ചൂടാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ കോവക്ക മുറിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കട്ടിംഗ് ബോർഡ് ഇല്ലാണ്ട് ഒന്നും മുറിക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് അങ്ങനെ യൂസ് ചെയ്യുന്നത് നന്നല്ല എന്നൊക്കെ വീഡിയോസിലൊക്കെ കണ്ടതുകൊണ്ട് ഇപ്പോൾ അത് യൂസ് ചെയ്യാറില്ലേ. പിന്നെ ആണെങ്കിൽ വുഡിൻ്റെ ഒന്നും ഞങ്ങളങ്ങനെ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെച്ച് മുറിക്കലേ നിവൃത്തിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഫിംഗർ ക്യാപ്പൊക്കെ വെച്ച് മുറിക്കുന്നത്. മുറിക്കാൻ തുടങ്ങിയപ്പോൾ ആണെങ്കിൽ കൂടുതൽ കോവയ്ക്ക് നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാം നല്ല റെഡ് കളറായിരുന്നു കേട്ടോ കൂടുതലും. ഇവിടെ ആണെങ്കിൽ ആർക്കും കോവക്ക അത്ര വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും മേടിക്കുന്നേ ഉള്ളൂ. ഇന്ന് രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടാലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് മുറിച്ചെടുക്കുന്നത്. കട്ടിംഗ് ബോർഡിൽ വെച്ച് മുറിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില്ലാണ്ട് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഏത് കാര്യമായാലും നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എന്തൊക്കെ ആയാലും ഞാൻ അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ അല്ലേ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇനിയൊരു 5-6 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതലായി പോകുമെന്ന് വിചാരിച്ച് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഇത്രയും എണ്ണം ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ അത് വേറെ എന്തെങ്കിലും അവിയലൊക്കെ വെക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടി പോകുന്നത് കുക്കറിലാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കുക്കറിൽ ഉപ്പേരി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നമുക്ക് ഒരുപാട് ഗ്യാസൊക്കെ ലാഭിക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ കുക്കറിൽ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ടേസ്റ്റിനായാലും ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനങ്ങനെ കോവക്ക മുറിക്കാനെടുത്ത കത്തിയും ഒരു ഫിംഗർ ക്യാപ്പും ഒക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത് പിന്നെ എടുക്കുമ്പോൾ വളവളാന്നിരിക്കുവേ. അങ്ങനെ നമുക്കിതാ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കോവക്ക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ലേ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത കോവക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പഴുത്ത കോവക്ക ഉണ്ടല്ലോ കുറച്ച്, അപ്പോൾ ഒരു മധുരം വരണ്ടെന്ന് വിചാരിച്ച് കുറച്ചധികം എരിവിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ മുളക് പൊടി കുറച്ചധികം ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ പച്ചമുളക് ചേർത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ വേഗം ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ കുറച്ച് മൂത്ത പച്ചമുളകാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ നമുക്ക് അത് നല്ല എരിവുണ്ടാവോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ പച്ചമുളകും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വെള്ളം വറ്റിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മതി. പിന്നെ ഒരു വിസിൽ വരേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളമല്ലേ ആവശ്യമുള്ളൂ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതാ കുക്കർ ഇൻഡക്ഷനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പേരിക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകാൻ വേണ്ടി ഞാനൊരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നേ. ഇതിപ്പോൾ ഇനി എങ്ങനെ ചിരകി എടുക്കും എന്നറിയില്ല കേട്ടോ. ഈ ഒരു ഷേപ്പില്ലാത്തതാകുമ്പോൾ ചിരകാനും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് അതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയും 1-2 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒരുപാട് അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉപ്പേരി. അപ്പോൾ നമ്മളിതൊക്കെ ചേർത്ത് ഉപ്പേരി ഇളക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. എന്നാൽ നല്ല ഉപ്പേരിയായിട്ട് കിട്ടുവേ. അപ്പോഴേക്കും അമ്മ മത്തിയൊക്കെ മുറിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് നല്ല കളറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ചേർക്കുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അതും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു മുറി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ആ ഒരു ചെറുനാരങ്ങയുടെ ഒരു മുറിയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എനിക്കിവിടെ വന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലിതൊന്നും ഞാൻ ചെയ്ത് ശീലിച്ചിട്ടില്ലല്ലോ. എൻ്റെ വീട്ടിലാണെങ്കിൽ നോൺ വെജ് ഒന്നും വാങ്ങിക്കുകയില്ലേ. പിന്നെ എങ്ങനെയൊക്കെയോ അതങ്ങനെ ശീലമായി കേട്ടോ. അങ്ങനെ ഞാനിത് ആ മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേളൂരി തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ. ഈ ഒരു കറി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കറി ഇല്ലെങ്കിലും ഇവിടെ ആയിരിക്കും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാനങ്ങനെയല്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇതൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റൂലേ. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കറി വേണം കേട്ടോ, വെജ് കറി എന്തെങ്കിലും. അങ്ങനെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാനേ. അപ്പോഴേക്കും സമയം ഏകദേശം 2-2:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പാനൊക്കെ വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായിട്ടുണ്ടോ എന്നാണ് ഞാൻ കൈ കാണിച്ച് നോക്കുന്നത്. പിന്നെ ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ മീനും എടുത്ത് പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി വന്ന മസാലയും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.